താരപ്പകിട്ടിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദറാണ് ഇന്ന് നമ്മളോടൊപ്പം. ഹായ് ഗോപി. ഹായ്. മ്യൂസിക് ഡയറക്ടർ, കമ്പോസർ, അതിനൊക്കപ്പുറം ഞാൻ ഹിറ്റ് മേക്കർ എന്ന് പറയും. എങ്ങനെയുണ്ട് പാട്ടുകളുടെ ഒരു റെസ്പോൺസ്? നല്ല റെസ്പോൺസാണ്. ആളുകൾ വളരെ ഹാപ്പി ആയിട്ട് കേൾക്കുന്നു. എസ്പെഷ്യലി കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ട് കേൾക്കുന്നു. യങ്സ്റ്റേഴ്സ് പാടി നടക്കുന്നു. അതുകൊണ്ടായിരിക്കും അതിനെ ഹിറ്റ് എന്നൊക്കെ വിളിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിയേഷനിൽ ഹിറ്റ് എന്നൊന്നുമില്ല. ലൈക്ക് ആളുകൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. എനിക്ക് കസിൻ്റെ വർക്കാണ് അല്ലേ? കസിൻസ് ഇപ്പോൾ കസിൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും മ്യൂസിക് കമ്പോസിഷനാണോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വർക്കാണോ കൂടുതൽ ചലഞ്ചിങ്? ഓബിയസ്ലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യൽ തന്നെയാണ്. കാര്യം മ്യൂസിക് കമ്പോസർ എന്ന് പറയുമ്പം അതിന് അതിൻ്റെതായിട്ടുള്ള ചലഞ്ചിങ് ഉണ്ട്. ആളുകളുടെ ടേസ്റ്റ് അറിഞ്ഞിരിക്കണം. ഒരു പാട്ട് എന്ന് പറയുമ്പോൾ ഒരു പാട്ടിലൂടെയാണ് ഒരു സിനിമ തന്നെ ലോഞ്ച് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു പാട്ടിൻ്റെ ഒരു നിലവാരം അനുസരിച്ചാണ് ആ സിനിമയെ പോലും ആളുകൾ വിലയിരുത്തുന്നതും. ആദ്യമായിട്ട് ഏതൊരു ചാനലെടുത്താലും ഒരു 5 minute സ്ലോട്ട് ആഡ് കൊടുക്കുന്ന പോലെയാണ് ഒരു പാട്ട് വരിക എന്ന് പറഞ്ഞാൽ. ഷൂട്ടിങ്ങിൽ വരെ കാര്യം ഇപ്പം ചോദിച്ചാലും ഡയറക്ടറോട് എന്ത് സിനിമ ഇല്ല, സോങ് ഷൂട്ട് തീർന്നിട്ടില്ല. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേ സെയിം ടൈം ഒരു സ്ക്രിപ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ടും ചില കാര്യങ്ങൾ കൺഫർമേഷൻ ചെയ്യാനായിട്ടും ചില സീൻസിൻ്റെ യാഥാർത്ഥ്യത നിലനിർത്താനും അതേസമയം അൺറിയൽ ആയിട്ടുള്ള സീൻസിനെ ഫാൻറ്റസി വേൾഡിലോട്ട് കൊണ്ടുപോകാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞൊരു സംഭവം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒബ്വിയസ്ലി ആ സീനിൻ്റെ ഡെപ്ത് കൂട്ടാനും കുറയ്ക്കാനും ഒരു സ്ക്രിപ്റ്റിലേക്ക് ആളുകളെ അതിലോട്ട് എത്തിക്കാനും സ്ക്രിപ്റ്റിൽ നിന്ന് ചിന്ത മാറ്റിയെടുക്കാനും അതിലോട്ട് അധികം സട്ടിലായിട്ട് ആളുടെ മനസ്സിനെ എത്രത്തോളം സിനിമയിലോട്ട് എത്തിക്കണം, എത്രത്തോളം ചില സീൻസ് നമ്മളെ രക്ഷപ്പെടുത്തി വിടേണ്ടി, ചിലത് അധികം കോൺസെൻട്രേഷൻ സിനിമയിലോട്ട് കൊടുക്കാത്ത രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെല്ലാമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉപയോഗിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈസ് എ പാർട്ട് ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. അപ്പം അത് വേറൊരു ജോലിയാണ്. മ്യൂസിക് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പല മ്യൂസിക് കമ്പോസേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ടോ, രാത്രിയാണ് കൂടുതൽ പീസ്ഫുൾ വർക്ക് ചെയ്യാൻ, അല്ല ഡേ ടൈമാണ് കംഫർട്ട് സോൺ. AR റഹ്മാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ല എനിക്ക് ലേറ്റ് നൈറ്റാണ് വർക്ക് ചെയ്യാൻ. ശരിക്കും ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ഒരു കംഫർട്ട് സോൺ? എനിക്ക് തോന്നുന്നത് റഹ്മാൻ സാറിന് രാത്രി വർക്ക് ചെയ്യുന്നത് ഓൺലി ബിക്കോസ് ഓഫ് ആ കാലഘട്ടങ്ങളിൽ, അതായത് ഒരു 20 വർഷം മുമ്പൊക്കെ അദ്ദേഹം പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ കാലത്ത് 9 to 9 രാവിലെ തൊട്ട് രാത്രി വരെ കോട്ടി സാറിനും ഒരുപാട് വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിന് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സും ജിംഗിൾസൊക്കെ ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ രാത്രി കാലങ്ങളിലാണ് ഇരിക്കേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ വർഷങ്ങളോളം അങ്ങനൊരു പ്രാക്ടീസ് അദ്ദേഹത്തിന് വന്നതിന് ശേഷമാണ് അദ്ദേഹം രാത്രി കാലങ്ങളോട്ട് ഓട്ടോമാറ്റിക്കലി ട്യൂൺഡായി പോവുകയാണ് ഉണ്ടായത്. അല്ലാണ്ട് റഹ്മാൻ സാറിന് ആർക്കും ഒരു മനുഷ്യന് രാത്രി ഇരുന്ന് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കില്ല. രാത്രി എല്ലാവരും ഉറങ്ങാനാണ്. ഇപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ എല്ലാവരും രാത്രി അമ്മ നമ്മളെ പിടിച്ചെടുത്ത് ഉറക്കും, ശീലിക്കാം. പിന്നെ അതിനുശേഷം നമ്മുടെ വർക്കിംഗ് പാറ്റേൺ അനുസരിച്ച് റഹ്മാൻ സാറെ പോലുള്ള ഒരുപാട് മ്യൂസിഷ്യൻസ് അങ്ങനെ ട്യൂൺഡായി പോയതായിരിക്കും. പക്ഷേ ഞാനും പ്രോഗ്രാമറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്കും അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞിട്ടുള്ള രാത്രി ഉറങ്ങണം എന്നാണ്. അതുകൊണ്ട് ഞാനത് തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നു. ഞാൻ ഒരിക്കലും രാത്രി വർക്ക് ചെയ്യാറില്ല, പകല് തന്നെ. പ്രോഗ്രാമർ എന്ന് പറയുമ്പോൾ ശരിക്കും എന്തൊക്കെയാണ് ആ ഒരു പ്രൊഫൈൽ, ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ? ശരിക്കും അത് കേൾക്കുമ്പോൾ ആൾക്കാർക്കും നമുക്ക് അതും കൂടെ ഒന്ന് അവരെ എഡ്യൂക്കേറ്റ്. ഡെഫിനറ്റ്ലി പ്രോഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രോഗ്രാമറായിട്ടാണ് ഫീൽഡിലോട്ട് വരുന്നത്. കാര്യം അന്നത്തെ കാലങ്ങളിൽ ഇപ്പം പഴയ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പം ദേവരാം മാഷും ബാബു സാറിൻ്റെയൊക്കെ പാട്ടുകൾ അവരവർ കമ്പോസ് ചെയ്യുന്നു. ബീജത്തിൻ്റെ, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒക്കെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. ഡയറക്ടറൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അറേഞ്ചർ ഇൻ ദ സെൻസ് അന്നത്തെ കാലത്ത് മ്യൂസിഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് കണ്ടക്ടേഴ്സാണ്, മ്യൂസിക് കണ്ടക്ടേഴ്സാണ്. അന്നെല്ലാം ലൈവായിട്ട് എല്ലാവരും വായിക്കണം. അപ്പം മ്യൂസിക് ഡയറക്ടർ കണ്ടക്ടറായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അപ്പം കണ്ടക്ടർ പറയും എന്നടുത്ത് ഇന്ന് വരാം സാറേ, ഇപ്പോൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്യും. അങ്ങനെ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ മലയാള പാട്ടുകളിൽ ഒരുപാട് വന്നിട്ടുണ്ട്. അത് റഹ്മാൻ സാറിൻ്റെ ഫാദർ ശേഖർ സാറിൻ്റെ ഒരുപാട് ട്യൂൺസ് നമ്മുടെ മലയാള സിനിമയിൽ അങ്ങോളം അലയടിച്ചിട്ടുണ്ട്. അപ്പം ഒരു കണ്ടക്ടർ അന്നത്തെ കാലത്ത് ലൈവ് മ്യൂസീഷ്യൻസിൻ്റെ അടുത്ത് കണ്ടക്ട് ചെയ്യുന്ന പോലെ അവരാണ് അറേഞ്ച് ചെയ്തിരുന്നത്. ഈ പാട്ടിന് ഇങ്ങനത്തെ ഒരു BGM വരാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ റിതം പാറ്റേൺ ഉപയോഗിക്കാം, ഇങ്ങനെ ഒരു തബല പാറ്റേൺ ഉപയോഗിക്കാം. അതൊക്കെ അന്ന് ലൈവായിട്ട് മാനുവലി ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആയി കഴിഞ്ഞപ്പം
കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും കഴിയാതെ വന്നൊരു കാലത്ത് കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ കണ്ടക്ടറിനും സാധിക്കാതെ വന്നു. അന്നത്തെ കണ്ടക്ടേഴ്സിന് ഒരിക്കലും ഒരു കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ടെക്നിക്കൽ ആയിരിക്കില്ല. അവരെല്ലാം മ്യൂസീഷ്യൻസ് ആണ്. അപ്പോൾ അവരെല്ലാവരും മ്യൂസീഷ്യൻസുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത് മ്യൂസീഷ്യൻസ് ഒക്കെ മാറി ഇപ്പോൾ കമ്പ്യൂട്ടർ ആയി കഴിഞ്ഞപ്പം ഈ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരെങ്കിലും വേണം. അങ്ങനെയാണ് ഈ പ്രോഗ്രാമേഴ്സ്, മ്യൂസിക് ടേസ്റ്റുള്ള പ്രോഗ്രാമേഴ്സ് വരാൻ തുടങ്ങിയത്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ പ്രോഗ്രാമേഴ്സിന് ജോലി എന്ന് പറഞ്ഞാൽ അന്നത്തെ കണ്ടക്ടേഴ്സ് ചെയ്യുന്ന ജോലി തന്നെയാണ്. അവർ തന്നെ തീരുമാനിക്കുന്നത് എങ്ങനത്തെ റിതം പാറ്റേൺ വരണമെന്നും ഇങ്ങനത്തെ സൗണ്ടിങ്ങിലോട്ട് കൊണ്ടുവരാം. പിന്നെ അന്നത്തെ ഒരു സ്കെയിൽ ഓഫ് സൗണ്ട്സ് അല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. ഇന്ന് കുറേ നമ്മുടെ സൗണ്ട് ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട്സ് പോലും പുറത്ത് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അതിനെപ്പറ്റി ഒരു പഠനം നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഒരു 15 വർഷക്കാലം. അതായത് ഈ 15 വർഷക്കാലം ഓഡിയോ ഇൻഡസ്ട്രിയിൽ വളരെ വലിയൊരു ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. നൗ ഇറ്റ് സ്റ്റഡി. ഇപ്പോൾ 15 വർഷത്തെ ഒരു പാട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല പാട്ടുകളും നമുക്ക് ചിലർ വോയിസ് കേൾക്കില്ല, റിതംസ് കൂടി കേൾക്കും. അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി പുതിയ സൗണ്ട് ടെക്നോളജിനെ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കഴിഞ്ഞു. ഇപ്പോൾ വരുന്ന പാട്ടുകളെല്ലാം നമുക്കെല്ലാം ക്ലാരിറ്റിയോടുകൂടി എല്ലാം വ്യക്തമായി ശ്രുതിശുദ്ധമായതും മധുരകരമായിട്ട് ഏറ്റവും ഭംഗിയായിട്ടൊക്കെ കാതിന് ഇൻപമാർന്ന രീതിയിൽ, എങ്കിലും നോൺസെൻസ് ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇപ്പോഴും മോശമായിട്ട് തന്നെ കേൾക്കും. 60 പാട്ടുകളും മോശമായിട്ട് തന്നെ കേൾക്കത്തുള്ളൂ. നോൺസെൻസ് ആയിട്ട് മിക്സ് ചെയ്ത് സെൻസിബിൾ മിക്സിങ്ങിലാണെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേൾക്കും. പഴയ കാലത്തിൽ പാട്ടുകൾ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ ജനറേഷനിൽ ഈ കാലത്തും ഓലഞ്ഞാലി കേൾക്കുമ്പോൾ നമ്മൾ എവിടെയോ അങ്ങ് കാലങ്ങളിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു എങ്ങനെയായിരുന്നു ആ ഒരു കാസ്റ്റിംഗ്, എന്തായിരുന്നു ആ ഒരു സോങ്ങിൻ്റെ ഒരു ആ പാട്ടിൻ്റെ ധർമ്മം? ഓരോ പാട്ടിനും ഓരോ ധർമ്മമുണ്ട്. രസിപ്പിക്കുക എന്നുള്ള ചില പാട്ടുകളുണ്ട്, ചില പാട്ടുകൾ ചിന്തിപ്പിക്കേണ്ട പാട്ടുകളുണ്ട് എന്ന് പറയുക. ഓരോ കലാസൃഷ്ടിക്കും ചില പാട്ടുകൾ ഡാൻസ് ചെയ്യേണ്ട പാട്ടുകളുണ്ട്. അപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഭാഗ്യം. ഓലഞ്ഞാലി കുരുവി എന്ന് പറഞ്ഞ പാട്ടുണ്ടാനുള്ള റീസൺ ഒബ്വിയസ്ലി ആ പടം തന്നെയാണ് അതിന് കാരണം. 1983 എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ അതിലൊരു പാട്ട് വേണം. അതിൽ ഏറ്റവും അവസാനം കമ്പോസ് ചെയ്ത പാട്ടാണത്. ദാറ്റ്സ് എ ലാസ്റ്റ് മിനിറ്റ് സോങ്. ഒരു റിലീസൊക്കെ അനൗൺസ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ തുടങ്ങുന്നു, അത് തീരാവുന്ന സമയത്താണ് പെട്ടെന്ന് ഓലഞ്ഞാലി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലോട്ട് എത്തുന്നത്. കാര്യം അവിടെ ഒരു പ്രണയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു പ്രണയഗാനം പോലെ ഇരിക്കുകയും വേണം, എന്നാൽ ഒരു പുതിയ പാട്ട് വരികയും വേണം. അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ ഒരു പഴയ പാട്ട് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഡയറക്ടറും ഇല്ല, ഒരു പുതിയ പാട്ടായിരിക്കണം, പക്ഷേ അതിൽ ഫുൾ നമുക്ക് കേൾക്കുമ്പോൾ പഴമ തോന്നും വേണം. അപ്പം എനിക്കൊരു ഏതൊരു തരത്തിലും ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ച് വളരെ ചാലഞ്ചിങ് ആയിട്ടൊരു മൊമെൻ്റ് ആയിരുന്നു അത്. സോ ആ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് ആദ്യം മനസ്സിലോട്ട് വന്നത്, ആ 80s കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കൊച്ചിലെ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് എന്നും മനസ്സിൽ നിന്നിട്ടുള്ള ജയേട്ടൻ്റെയും വാണിയമ്മയുടെയൊക്കെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു പാട്ട് പെട്ടെന്ന് വാണിയമ്മയും ജയേട്ടൻ്റെ വോയിസ് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആ കാലഘട്ടത്തിലോട്ട് എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നു. അപ്പോൾ ആ എന്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് എത്തുന്നു എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഓക്കെ ഇന്ന് അവർ എക്സിസ്റ്റിംഗ് ആണല്ലോ, ഡെഫിനറ്റ്ലി ജയേട്ടനെയും വാണിയമ്മനും കൊണ്ട് തന്നെ ഈ പാട്ട് പാടിച്ചാൽ ആളുകൾക്ക് പെട്ടെന്ന് ഇന്നത്തെ യൂത്ത് പെട്ടെന്ന് അങ്ങോട്ട് പോകും. അതാണ് ആദ്യം ഡിസൈഡ് ചെയ്തത്. പിന്നെയാണ് ഒരു സിമ്പിൾ മെലഡി കമ്പോസ് ചെയ്തു. ആ പാട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഉണ്ടായൊരു സോങ്ങാണ്. വളരെ എന്താ പറയുക, എഫേർട്ട്ലെസ് ആയിട്ടുണ്ടൊരു പാട്ടാണ്. നമ്മളെപ്പോഴും ഒരുപാട് ആൾക്കാരിൽ നിന്ന് നമ്മുടെ ഒരു ഏത് ക്രിയേഷൻ എന്ത് വർക്കും അതിനൊരു നല്ല വാക്ക്, ഒരു ഫീഡ്ബാക്ക് നല്ലതായിട്ട് കിട്ടുമ്പം നമ്മുടെ ഫ്രണ്ട്സ് കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ വി എൻജോയ്, നമ്മുടെ പേരൻസ് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. പക്ഷേ നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നും യെസ് ഇറ്റ്സ് വെരി കമൻറ്റബിൾ, ഓ സൂപ്പർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വേറൊരു തലത്തിലോട്ടെത്തും. ഒരു ഗുരുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ്. അപ്പം പാട്ട് കേട്ട് എങ്ങനെയാണ് ഔസിപ്പച്ചൻ ചേട്ടൻ എൻ്റെ റെസ്പോൺസ് ഒന്ന് പറയാം? ഔസിപ്പച്ചൻ സാർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു മൈ പാരൻറ്റ്, മൈ ഫാദർ കൈൻഡ് ഓഫ്. അത് അച്ഛൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സ്ഥാനമാണ് എനിക്ക് എന്നും മനസ്സിൽ. ഇനി അങ്ങോട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിങ്ങിൽ എന്താ പറയുക, ഞാൻ തബല പ്ലെയർ ആയിരുന്നു. എന്താണ് ബാറ്, ബീറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു കോഡ് എന്ന് പോലും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ വരുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു 17 വയസ്സുണ്ട്. അപ്പോൾ ദേഷ്യം വരും? ഓ, ദേഷ്യത്തിനൊന്നും ഒരു കുറവില്ല അദ്ദേഹത്തിന്. നല്ല രസമാണ്, നല്ല എന്താ പറയുക, ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ആ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ആ സമയത്തുള്ള ദേഷ്യം. അത് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഒരു കുഴപ്പം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ പറഞ്ഞ പല പ്രോഗ്രാമിങ് ഞാൻ എൻ്റെ എല്ലാ വളർച്ചയും കണ്ട ഒരു മനുഷ്യനാണ് അത്. എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ പഠിക്കുന്നത് അദ്ദേഹത്തിലൂടെയാണ്. അപ്പം എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ ചെയ്തതെന്നും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിന് അതിനെ ഇൻ ആൻഡ് ഔട്ട് അറിയാം. ഞാൻ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം.
അപ്പം ഓരോ പാട്ടുകൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ പോലും അദ്ദേഹം ചില പാട്ടുകൾ നന്നാവുമ്പോൾ അദ്ദേഹം പറയും നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയും. അത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. പിന്നെ പാട്ടുകളൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ ഞാൻ മ്യൂസിക് ഡയറക്ടർ ആണെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. ഇങ്ങനെ പ്രോഗ്രാമറായി തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് മ്യൂസീഷ്യൻസായിട്ട് വർക്ക് ചെയ്യണം, മ്യൂസീഷ്യനായിരിക്കുക എന്നുള്ളത് എനിക്ക് ഇപ്പോഴും താല്പര്യം. അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം അതിപ്പോൾ ഹസുബൻ സാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ കുറേ പാട്ടുകൾ ചെയ്തു, സാഗരിച്ചാക്കി. അതിനുശേഷം ഫ്ലാഷിലെ പാട്ടുകൾ കേട്ടു. അദ്ദേഹം പറഞ്ഞു ഫ്ലാഷിലെ പാട്ട് എനിക്കൊന്നും ഫ്ലാഷിലെ പാട്ട് അദ്ദേഹം കേട്ടത് എനിക്കൊന്നും മനസ്സിലായില്ല നീ എന്താ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഓക്കെ ഓഡിയൻസ് നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പോയാലും പ്രശ്നമാണ്. അപ്പോൾ ലേറ്റ് ബാക്ക് അങ്ങനെ ഹസുബൻ സാറിൻ്റെ ഓരോ വാക്കുകളിൽ നിന്ന് നമ്മൾ അൻവറിലോട്ടുള്ള ഒരു അതെ അൻവറിലെ ആ ഒരു ഖൽബിലെത്തി എന്ന് പറഞ്ഞ പാട്ട് കേട്ടപ്പം അദ്ദേഹം മലയാളികളെ ഖൽബിലെത്തിച്ച പാട്ടാട്ടോ. ഓക്കെ താങ്ക്സ്. അപ്പോൾ ആ പാട്ട് കേട്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ. അതിനുശേഷം ഈ പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഹസുബൻ സാറിനോട് പ്രോഗ്രാമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് എന്തായാലും മ്യൂസിക് ഡയറക്ഷനിലോട്ട് പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല, ഖൽബിലെത്തി വരയ്ക്കും. അപ്പോൾ ഖൽബിലെത്തി ഹിറ്റായി കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഖൽബിലെത്തി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കേൾപ്പിച്ചു അദ്ദേഹത്തിന്. അത് വേറൊരു പാട്ട് പ്രോഗ്രാമിങ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഗ്യാപ്പിൽ ഈ പാട്ട് ബൗൺസ് ചെയ്യേണ്ട ഒരു സമയത്ത് അദ്ദേഹം ഹെഡ്ഫോൺ വെക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം കേൾക്കുന്നത് ഞാനായിട്ട് ഇതുവരെ പാട്ട് ഞാൻ ചെയ്ത പാട്ട് കേൾക്കുന്നുണ്ട് ഇതുവരെ പോയിട്ടില്ല, പേടിയാണ് സത്യം പറഞ്ഞ്. അതുകൊണ്ട് അദ്ദേഹം ഇതേതാ പാട്ടുണ്ട് നമ്മൾ പാട്ട് ചെയ്തു കേട്ടിട്ടെ എന്ന് പറഞ്ഞു. കേട്ടിട്ട് അദ്ദേഹം പാട്ട് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഇപ്പം എനിക്ക് ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് യു ആർ മൈ ശിഷ്യൻ എന്നെനിക്ക് വളരെ പ്രൗഡായിട്ട് എനിക്ക് പറയാൻ പറ്റിയെന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. അന്ന് അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ ഒന്നും പറഞ്ഞില്ല. അത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇപ്പം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത് ഈ കൊച്ചു കുട്ടികളില്ലേ പപ്പങ്ങളും പാടുന്ന പാട്ട്, കൊച്ചു കുട്ടികൾ പാടുക. നമ്മൾ അവർ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴേക്കും അവരെൻ്റെ പാട്ടുകൾ പാടാൻ തുടങ്ങി. ആ പാട്ട് എന്ത് വേണേ ആയിക്കോട്ടെ അവർ പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അതൊക്കെയാണ് ഏറ്റവും വലിയ സർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ. ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുമ്പോൾ പിന്നണിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പം TV ഒക്കെ പറയുമ്പോൾ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇന്ന് അങ്ങനെയല്ല, എല്ലാവർക്കും അറിയാം. ബട്ട് എന്നാലും എയർപോർട്ടിലും അല്ലാതെ ഉള്ള ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർ എങ്ങനെയാണ് പ്രതികരിക്കുക? എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. അതിപ്പോഴാണ് ഈ പറഞ്ഞ പോലെ നമ്മളൊരു സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം സൂപ്പർ സ്റ്റാർസ് പോലും സൂപ്പർ സ്റ്റാർ ആയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം നമ്മളൊക്കെ എന്ത് ചെയ്യും? അതിനല്ലേ ജയന്തി, ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ആളെ തിരിച്ചറിയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലാണ്. ആക്ച്വലി ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് പണ്ടോട്ടെ ഇതാണ്, എനിക്ക് അങ്ങനെ ആരും അറിയരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. എന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം, വലിയ കാലമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ കുറേ പാട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആരും എന്നെ അറിയുന്നില്ല. പാട്ട് ഏതോ ഒരു ഗോപിസുന്ദർ ചെയ്യുന്നു, ഒരു 10-60 വയസ്സുള്ള കളവനായിരിക്കുന്ന വിചാരിച്ചിരിക്കണ്ടോ കുറേ ആളുകൾ. അപ്പോൾ ശരി നമ്മളൊന്ന് കാണിച്ചേക്കാം. ഇതിനിടയ്ക്ക് ആരോ പറയുന്നു അയ്യോ ഏതോ പാട്ട് കേട്ടപ്പോൾ നമ്മൾ എവിടെയോ ട്രാവൽ ചെയ്യായിരുന്നു, അയ്യോ ഗോപിസുന്ദരൻ ഇപ്പോൾ മലയാളത്തിൽ മുഴുവൻ വർക്കാവില്ല, അതർ ലാംഗ്വേജസിലുമൊക്കെ. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു 5 വണ്ടി കിടക്കുന്നു, പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് സംസാരിക്കാൻ വരുന്നു. ഗോപിസുന്ദരന് തന്നെ അറിഞ്ഞൂടെ ഏതാണ് വർക്ക്, അത്രയും തിരക്കാണ്. എനിക്ക് നന്നായിട്ട് അറിയാം, ബാക്കിയുള്ളവർക്ക് അറിയണ്ടാവില്ല. ഡെഫിനറ്റ്ലി സ്വന്തം അമ്മയ്ക്ക് അറിയാം. അപ്പൊ 10 പ്രസവിച്ചാലും 101 പ്രസവിച്ചും 101 മക്കളെയും ആരെയും തിരിച്ചറിയാൻ പറ്റും. ഓരോ പ്രസവത്തിനും പ്രത്യേകം വേദന ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ആത്മബന്ധമുണ്ട് ഓരോ ക്രിയേഷനും. അപ്പോൾ എല്ലാ ക്രിയേഷനും നമ്മുടെ ബ്ലഡ് തന്നെയാണ്. അപ്പോൾ ഏത് ഉറക്കത്തിന് എനിക്ക് ചോദിച്ചാലും ഇതേത് പാട്ടാണ് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഒരുപാട് എഫേർട്ട്ലെസ് ആയിട്ട് ആൾക്കാർക്ക് സെറ്റിലായിട്ട് ഒരുപാട് പാട്ടുകൾ എൻജോയ് ചെയ്യാൻ പറ്റി എനിക്ക്. പക്ഷേ പെട്ടെന്ന് മനസ്സിൽ വരുന്ന പാട്ട് 2 വരിക. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി, നറുചിരി 4 മണി പൂവ് പോൽ വിരിഞ്ഞു. നേരത്തെ നമ്മൾ സൗണ്ട് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെയാണ് സൗണ്ട് ഡിസൈനിങ്. ഇപ്പം ഒരു സൗണ്ടിൽ കുറച്ചൊക്കെ ആ സെക്ഷനിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം നമ്മളൊക്കെ മാക്സിമം ഒരു വേഗ സൗണ്ട് ഫോർജ് അതിൽ എന്തെങ്കിലും ഒരു EQ ചെയ്യും. അതിനപ്പുറം എന്താണ് സൗണ്ട് ഡിസൈനിങ്? ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ ക്യാമറ വർക്ക്, എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു മേഖലയാണ് സൗണ്ട് ഡിസൈനിങ്. സൗണ്ട് ഡിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ഏതൊരു സൗണ്ടും ഡിസൈൻഡ് ആണ്. അത് സിനിമ കണ്ടെടുത്ത കാലം തൊട്ട് തന്നെ, അതായത് ഫസ്റ്റ് ലൈവായിട്ട് നാടകങ്ങളിൽ പോലും സൗണ്ട് ഡിസൈനിങ് ഉണ്ട്. എന്തുകൊണ്ട് തബലയുടെ ഡഗ്ഗയും സിംബലും ഹാർമോണിയവും വെച്ച് പണ്ട് കാലങ്ങളിൽ നാടകം ചെയ്തിരുന്നു, ആ ഒരു അതിൽ തന്നെ ഒരു ഡിസൈനിങ് ഉണ്ട്.
ഒരു ഡും എന്നൊരു സൗണ്ട് കേൾക്കുമ്പോൾ മനുഷ്യന് പെട്ടെന്നൊരു ഞെട്ടലുണ്ടാവും. ആരെയും നമ്മൾ നടന്നു പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. ആ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അതിനുള്ള ഒരു കഥാസന്ദർഭത്തിനനുസരിച്ച് സെൻസിബിളായിട്ട് അതിനെ ഉപയോഗിക്കുന്ന രീതി തന്നെയാണ് ഡിസൈനിങ് എന്ന് പറയുന്നത്, സൗണ്ടിന് ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ നമ്മൾ സൗണ്ട്സിന് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ സൗണ്ട് പ്രൊഡ്യൂസറാണ്. എൻ്റെ ടെക്നിക്കൽ വേർഡ് സൗണ്ട് പ്രൊഡ്യൂസർ. ഞാൻ സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഒരു ഡിസൈനറിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഡിസൈനറാണ് അവസാനം അത് സൗണ്ട് മിക്സ് ചെയ്യുന്നത്. അദ്ദേഹമാണ് DTS മിക്സിംഗ് എഞ്ചിനീയർ. ലൈക്ക് റസൂൽ പൂക്കുട്ടി, അജിത്ത്, രാജകൃഷ്ണൻ, MG രാജ സാറിൻ്റെ മകൻ രാജകൃഷ്ണനൊക്കെ ചെയ്യുന്നത് സൗണ്ട് ഡിസൈനറിൻ്റെ ജോലിയാണ്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന ഡബ്ഡ് സൗണ്ടും മ്യൂസിക്കും എഫക്ട്സും ഇങ്ങനെ 3 കാര്യങ്ങളാണ് അവസാനം ഇതിലോട്ട് വരുന്നത്. അപ്പം ഈ എവിടെ എഫക്ട്സ് എങ്ങനെ ഇരിക്കണം, എത്രത്തോളം എഫക്ട്സ് കൂടി കിടക്കണം, അല്ലെങ്കിൽ ഈക്വലന്റ് ടു മിക്സിങ്, അങ്ങനെ ആ മിക്സിങ്ങിലുള്ള ക്രിയേഷനാണ് ഒരു സൗണ്ട് ഡിസൈനിങ്ങിലോട്ട് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന മ്യൂസിക് പ്രൊഡക്ഷൻ, അതിനുവേണ്ട മ്യൂസിക് നമ്മൾ ചില സീൻസിൽ മ്യൂസിക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മ്യൂസിക് സട്ടിലാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എഫക്ട്സ് നമ്മൾ കൂട്ടും. അത് എല്ലാം സൗണ്ട് ഡിസൈനറാണ് തീരുമാനിക്കുക. അത് ഡയറക്ടറും സൗണ്ട് ഡിസൈനറും കൂടിയാണ് തീരുമാനിക്കുക. ഒരു ഡയറക്ടറിൻ്റെ ഇഷ്ടമാണ്. ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും അധികാരമുള്ള ഒരാളാണ് ഒരു സിനിമയുടെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സജഷൻസ് അനുസരിച്ച് മ്യൂസിക് ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സജഷൻസ് അനുസരിച്ച് തന്നെയാണ് ഈ സൗണ്ട് ഡിസൈനിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഡയറക്ടറാണ് സിനിമയിലോട്ട് കാസ്റ്റ് ചെയ്യുന്നത്. ഈവൻ പ്രൊഡ്യൂസറുടെയും കുറച്ച് ഡിസ്കഷൻസ് ഈവൻ വരാമായിരിക്കാം. പക്ഷേ ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഏത് പാട്ട് ആര് പാടണം, ഈ ഒരു കാസ്റ്റിങ്ങിന് വേണ്ടി എത്ര സമയം എടുക്കും? നമുക്ക് പാട്ട് നമ്മുടെ മനസ്സിൽ ട്യൂൺ ചെയ്താൽ പാട്ട് ഉണ്ടാക്കണേക്കാളും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സിംഗറെ സെലക്ട് ചെയ്യാൻ. അന്നത്തെ കാലത്ത് മ്യൂസിക് ഡയറക്ടേഴ്സിന് ഭയങ്കര ലക്കിയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം വളരെ കുറഞ്ഞ ആരുമില്ല പാടാൻ, ആകെ 4 ഒരു 5 പേരുണ്ടാവും. പക്ഷെ അന്നത്തെ പറയുമ്പോൾ അന്ന് വേറൊരു കാര്യം കൂടി പറയാം, അന്നത്തെ സിംഗേഴ്സ് മാസ്റ്റേഴ്സ് ആണ്. 5 മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്, ഇൻഡസ്ട്രി ഗോസ് വിത്ത്. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വരുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മൾ കൺഫ്യൂസ്ഡായി പോകണം, ഏതാ നല്ലത് ഏതാ മോശം. ചില കുട്ടികൾ നന്നായിട്ട് പാടുന്നുണ്ട്. ഇപ്പം ദാസേട്ടൻ പാടിയതിനേക്കാളും നന്നായിട്ട് ദേവാംഗങ്ങൾ പാടുന്ന കുട്ടികളെ ഞാൻ ഇന്ന് കണ്ടു. ദാസേട്ടൻ പാടിയ നന്നായെന്ന് പറഞ്ഞാൽ ദാസേട്ടൻ പാടിയത് ഒരു എക്സ്പ്രഷനാണ്, അതിൻ്റെയൊക്കെ 4 ഇരട്ടി എക്സ്പ്രഷനിൽ ഒരുത്തം പാടി കേൾപ്പിച്ചു. അപ്പം ഞങ്ങൾക്ക് പേടിച്ചു, ഇത് എന്താ പാട്ട്, ശരി ഒരു പുതിയ പാട്ട് പാടി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് ദാസേട്ടനൊക്കെ എന്താണ് ഗോഡാണെന്ന് മനസ്സിലാവുന്ന കാര്യം. അതാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ സ്റ്റേജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റുഡിയോയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക്? അല്ല, അതിൻ്റെ അല്ല, സ്റ്റേജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞപ്പം ഓൾറെഡി ഒരു പാട്ട് കേൾക്കുന്നു. ദാസേട്ടനെ പോലുള്ള ലെജൻഡ്സ് ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഒരു പാട്ട് അദ്ദേഹം പഠിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റെൻഡറിങ് കൊടുത്ത് അതിനൊരു ഭാവം കൊടുക്കുന്ന ഒരു മെത്തേഡുണ്ട് ഓരോ പാട്ടിനും. ഇപ്പോൾ ഒരു റോ മെറ്റീരിയലാണ് ഒരു മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെടുത്തൊരു ഗായകൻ്റെ കണ്ടനാളത്തിലൂടെ അത് പുറത്തു വിടുമ്പോൾ അതിന് ഒരുപാട് എക്സ്പ്രഷൻസും ആ ലിറിക്സിൻ്റെ വാല്യൂവും ആ സിറ്റുവേഷൻ മനസ്സിലാക്കി, ആ സിറ്റുവേഷൻ എന്താണ് ഹീറോയിൻ്റെ മാനസികാവസ്ഥ എന്ന് മനസ്സിലാക്കി ദാസേട്ടനൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ആ ഒരു ടെക്നോളജി ഇന്നത്തെ ഒരു സിംഗേഴ്സിൻ്റെ കയ്യിലും ഇല്ല. ഇപ്പോൾ ജേട്ടനായാലും എല്ലാവരും, ആ ചിത്രമയാലും അന്നത്തെ വാണിയമ്മ, എസ് ജാനകി, പറഞ്ഞെടുത്ത ലെജൻഡറിക് സിംഗേഴ്സ് എല്ലാവരും, ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെ, മുഹമ്മദ് റാഫി, നമ്മൾ പറയുന്ന എല്ലാ എണ്ണം കുറവാണെങ്കിലും ഒരു ക്രീം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ചെറിയ വ്യത്യാസമുള്ളൂ. അവർ ദേ ആർ കോൾഡ് ആസ് പ്ലേ ബാക്ക് സിംഗേഴ്സ്. ഒരു പ്ലേക്ക് എന്താണ് പ്ലേ എന്ന് മനസ്സിലാക്കി ബാക്ക് ചെയ്യുന്ന വോയിസ്, ദാറ്റ് ഈസ് കോൾഡ് പ്ലേ ബാക്ക് സിംഗിങ്. ഇന്നെല്ലാവരും പ്ലേ ബാക്ക് സിംഗിങ് കൊണ്ട് ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന പ്ലേ ബാക്ക് സിംഗിങ് എടുത്തിട്ട് വീണ്ടും അതുപോലെ അതിനേക്കാൾ നന്നായിട്ട് പാടാൻ പറ്റും. പക്ഷെ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, ആ ഒരു ഭാവം ക്രിയേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ പുതിയ ട്യൂൺ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ആ പുതിയ ഭാവം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഭാവം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവരുടെ പാട്ടുകൾ മാത്രം കേട്ടാൽ പോരാ, അതെങ്ങനെയാണ് പാട്ട് ഉണ്ടായെന്നും അതെന്തിനാണ് ആ പാട്ട് ഉണ്ടായെന്നുള്ള ചിന്തയിൽ നിന്നാണ് ആ കുട്ടികൾക്ക്, ഇന്നത്തെ കുട്ടികൾക്ക് അതിലോട്ട് എത്താൻ കഴിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടാണ് ദാസേട്ടനെ പോലുള്ള സിംഗേഴ്സൊക്കെ ആ ഒരു ലെജൻഡറിക് ലെവലിൽ എത്തുന്നത്. ലിറിസിസ്റ്റ് പാട്ട് എഴുതി നമ്മളത് ട്യൂൺ ചെയ്തു, എല്ലാം കഴിഞ്ഞു. ബട്ട് എവിടേക്കോ ഗോപി ഞാൻ കേട്ടിട്ടുണ്ട്